ദിവസത്തിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 66 അധ്യായം 1 മുതലുള്ള തിരുവചനം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തെ ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു, അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു, അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ, മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ആ നിയോഗങ്ങളുടെ എല്ലാം മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് സിഹിയോൻ മാളികമുറിയിൽ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഒരേ മനസ്സോടെ ഒരേ ആഗ്രഹത്തോടെ ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് സ്തുതികളാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവ് തന്നിരിക്കുന്ന ഭാഷണ വരമനുസരിച്ച് വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവളെ ഓർമ്മപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി ആരാധിക്കാം. കരങ്ങൾ അടിച്ചു പാടാം. വാഗ്ദാനമായി ആത്മാവിനെ ഞങ്ങൾക്കു നൽകിയ നാഥ, വാഗ്ദാനമായി ആത്മാവിനെ ഞങ്ങൾക്കു നൽകിയ നാഥ, നിറഞ്ഞിടട്ടെ ഞങ്ങൾ ആത്മാവിനാൽ, ഉണർന്നിടട്ടെ ഞങ്ങൾ നിൻ ശക്തിയാൽ. നിറഞ്ഞിടട്ടെ ഞങ്ങൾ ആത്മാവിനാൽ, ഉണർന്നിടട്ടെ ഞങ്ങൾ നിൻ ശക്തിയാൽ. വാഗ്ദാനമായി ആത്മാവിനെ ഞങ്ങൾക്കു നൽകിയ നാഥ, വാഗ്ദാനമായി ആത്മാവിനെ ഞങ്ങൾക്കു നൽകിയ നാഥ, നിറഞ്ഞിടട്ടെ ഞങ്ങൾ ആത്മാവിനാൽ, ഉണർന്നിടട്ടെ ഞങ്ങൾ നിൻ ശക്തിയാൽ. നിറഞ്ഞിടട്ടെ ഞങ്ങൾ ആത്മാവിനാൽ, ഉണർന്നിടട്ടെ ഞങ്ങൾ നിൻ ശക്തിയാൽ. സത്യരൂപിയാ പാവനാത്മന് നിത്യസത്യമായി എന്നിൽ നിറയൂ. സത്യരൂപിയാ പാവനാത്മനെ നിത്യസത്യമായി എന്നിൽ നിറയൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. ചങ്ങലകളഴിയും ബന്ധനങ്ങൾ തകരും ആത്മാവിൻ ശക്തി അതിനാലേ. 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 താനൊരുക്കും കെണികളുമെല്ലാം പകർന്നിടും ആത്മശക്തിയാലേ. താനൊരുക്കും കെണികളുമെല്ലാം പകർന്നിടും ആത്മശക്തിയാലേ. സത്യരൂപിയാ പാവനാത്മനെ
നിത്യസത്യമായി എന്നിൽ നിറയൂ. സത്യരൂപിയ പാവനാത്മനെ നിത്യസത്യമായി എന്നിൽ നിറയൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. സത്യരൂപിയ പാവനാത്മനെ നിത്യസത്യമായി എന്നിൽ നിറയൂ. സത്യരൂപിയ പാവനാത്മനെ നിത്യസത്യമായി എന്നിൽ നിറയൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. ജീവനേകിടും പാവനാത്മനെ നിത്യജീവനായി എന്നിൽ പടരൂ. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകണം. എല്ലാ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകണം. ദൈവാരാധനയ്ക്ക്, ദൈവിക ശുശ്രൂഷയ്ക്ക്, ദൈവവചന പ്രഘോഷണത്തിന് തടസ്സം നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും പൈശാചിക സേനകളെയും അവയുടെ വ്യൂഹങ്ങളെയും അന്തരീക്ഷ ശക്തികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശു പത്രോസിന് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് നസ്രാൻ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒന്നു ചേർന്ന് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടാരൂപികളെയും അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തില് മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ, ലൂക്ക 10:19, വെളിപാട് 12:11, സംഖ്യ 23:23, 2 മക്കബയർ 8:18, വെളിപാട് 21:2-3 വചനത്തിന്റെ ശക്തിയാൽ, വെളിപാട് 20:9-10 വചനത്തിന്റെ ശക്തിയാൽ നസ്രാൻ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒന്നു ചേർന്ന് ബന്ധിക്കുന്നു, കുരിശുചൂടിലേക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെക്കാം, കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവാം ദൈവമേ എന്നിൽ വന്ന് നിറയണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി വ്യാപരിക്കപ്പെടണം. റൂഹ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം, കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ വേണ്ടിയാണ് അടിമത്വത്തിന്റെ ഭവനത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രമാക്കുവാൻ മോശെ ഹൊറേബ് മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അഭിഷേകം ചെയ്ത് മോശയെ പറഞ്ഞയക്കുമ്പോൾ ഇസ്രായേൽ ജനം മോശയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മോശയുടെ കരങ്ങൾ വഴി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്ത് പാളയമടിച്ച് ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ചെങ്കടലിനെ ഭേദിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ചെങ്കടലിലൂടെ വഴിയൊരുക്കി ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. പുറപ്പാടിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തും, ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ വിട്ടുതരുവാൻ അവിടുന്ന് മോശയിലൂടെ ഫറവോയ്ക്ക് ഉത്തരവ് കൊടുത്തത്, അല്ലെങ്കിൽ മോശ ഫറവോയോട് പറഞ്ഞത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ ചില തരത്തിലുള്ള അടിമത്വത്തിലാണ്, എൻ്റെ കുടുംബം ചില അടിമത്വത്തിലാണ്, എൻ്റെ ദേശത്ത് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൃഷിയിടങ്ങളും അധ്വാന മേഖല ഒക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, അധ്വാന ഫലം എനിക്ക് അനുഭവിക്കുവാൻ സാധ്യമാകുന്നില്ല, വിളവെടുത്തു വരുമ്പോൾ വില കുറഞ്ഞു പോവുകയാണ്, കൃഷിയിടത്തിലും അധ്വാന മേഖലയിലും ഒക്കെ വരൾച്ച സംഭവിച്ചിരിക്കുക. കർത്താവേ കരുണയായിരിക്കണമേ. ഇസ്രായേലിലെ തേനും പാലുകൊഴുകുന്ന കനാൻ ദേശത്തേക്കാണ് ദൈവം നയിച്ചുകൊണ്ടുപോയത്. 40 സംവത്സരം കൊണ്ട് തിടുക്കത്തിൽ യാത്ര ചെയ്യിച്ച് രാവും പകലും മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇറങ്ങി വന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് ആവശ്യാനുസരണം ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുന്നേ പോയി എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈശോയെ, എനിക്ക് മുമ്പേ പോകുന്നൊരു ദൈവം, എൻ്റെ ആവശ്യങ്ങൾ മുൻപേ പോയി സാധിച്ചു തരുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിനു മുമ്പിലാണ് ഞാനും നിങ്ങളും
ആയിരിക്കുന്നത്. വിശ്വാസപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളായിരിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്ന്, കടബാധ്യതകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, കുടുംബത്തിൽ അസമാധാനമായിരിക്കാം, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ വലിയൊരു അഭിഷേകം, വലിയ സമൃദ്ധിയുടെ ഒരു വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 34 മുതൽ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം, കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ദൈവമഹത്വം നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനും നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാനെന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ 40-ാം അധ്യായം 34-35 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. ദൈവം മുൻപേ യാത്ര ചെയ്യുന്നതിന്റെ പിന്നാലെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്തിരുന്നതെന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ദൈവം എനിക്ക് മുമ്പേ പോകണമെന്നുള്ള തീഷ്ണമായ ആഗ്രഹമാണ് നമുക്ക് വേണ്ടതെന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ ജനവും അപ്രകാരം ആഗ്രഹിച്ച്, കർത്താവേ ഞങ്ങളുടെ ബുദ്ധിയല്ല, ഞങ്ങളുടെ കഴിവുകൾക്കപ്പുറത്ത് നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, നിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യമാണ് വെളിപ്പെടേണ്ടത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പില് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മുൻപേ പോകണം. അവിടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ഞങ്ങളുടെ ജീവിതത്തില് വേദനകള്, ദുഃഖങ്ങള്, ആകുലതകള്, കടബാധ്യതകള്, തകർച്ചകള്, ദുരിതങ്ങള്, പരാജയങ്ങള് ഇത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതെല്ലാമാണ് യേശു കാൽവരിയുടെ നെറുകയില് മരക്കുരിശിൽ കിടന്നപ്പോ അവൻ പരാജിതനായിട്ട് 3 ആണികളിൽ തൂങ്ങി കിടന്നു എങ്കില് എന്റെ പരാജയത്തെ അവൻ വിജയമാക്കി മാറ്റുവാൻ അവന്റെ ശരീരത്തില് നമ്മുടെ പരാജയത്തെ ഏറ്റെടുത്തപ്പോ മനുഷ്യന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനായി കുരിശിൽ കിടന്നു എന്ന് യേശയ്യാ പ്രവചിച്ചത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. എൻ്റെ പരാജയങ്ങളെ, എൻ്റെ തകർച്ചകളെ, എൻ്റെ ഇല്ലായ്മകളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ ഉള്ളവനാക്കി എന്നെ മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നുകൊണ്ട് അവൻ തന്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയമായി നൽകിക്കൊണ്ട് എൻ്റെ ശരീരത്തെയും നിങ്ങളുടെ ശരീരത്തെയും മഹത്വത്തിന്റെ സാന്നിധ്യമാക്കി മാറ്റിയ തമ്പുരാന്റെ അനന്തമായ കാരുണ്യമാണ് സഹിയോൻ ഊട്ടുശാലയിൽ സ്ഥാപിതമായ പരിശുദ്ധ കുർബാന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ആത്മാവായ ദൈവമേ എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ജീവനിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ദൈവജനം സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ ആ ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിൽ അത് ദർശിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ദൈവമേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ചേർന്ന് പാടാം. സ്വരമുയർത്തി നമ്മൾ സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവവചനം നമ്മെ ഓർമ്മ. കർത്താവ് പറഞ്ഞതാ, വചനം നമ്മോട് പറയുന്നത്. ആത്മാവാം ദൈവമേ വരണേ, സ്വരമുയർത്തി പാടിക്കേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു,
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ. വിളിച്ചേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആഗ്രഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ. ഈശോയെ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. യേശുവേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ദൈവമേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ഊഹായേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ ദൈവമേ, രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ഈശോയെ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ ദൈവമേ, രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ഈശോയെ. ആത്മാവാം ദൈവമേ വരണേ. സ്വരമുയർത്തി, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, ആത്മാവാം ദൈവമേ വരണേ. യേശുവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തീക്ഷ്ണമായ ആഗ്രഹം, വിശ്വാസപൂർവ്വമുള്ള പ്രാർത്ഥന. കർത്താവേ, മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവിടുന്ന് സമാഗമ കൂടാരത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ രാപകൽ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ അനന്തമായ ശക്തി ഈ ആലയത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആ സാന്നിധ്യത്തിൽ സഞ്ചരിക്കുവാനുള്ള വലിയ ദൈവിക കൃപയാണ് ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് പ്രദാനം ചെയ്യുന്നത്. വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവ് തരുന്ന ഭാഷണ വരമനുസരിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ആത്മീയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപബന്ധനങ്ങളും, പൈശാചിക ബന്ധനങ്ങളും, അന്ധകാരത്തിന്റെ ബന്ധനങ്ങളും, അശുദ്ധിയുടെ ബന്ധനങ്ങളും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഞങ്ങളുടെ ആത്മാവിൽ നിന്ന്, ഞങ്ങളുടെ ജീവനിൽ നിന്ന്, ഞങ്ങളുടെ സന്ധി ബന്ധങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മജ്ജയിൽ നിന്ന്, മാംസത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, പരാജയപ്പെടുത്തുന്ന, നാണക്കേടിലേക്ക്, അപമാനത്തിലേക്ക് നയിക്കുന്ന സകല ദുഷ്ടപിശാചിന്റെ ദുഷ്പ്രവർത്തികളും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകട്ടെ എന്ന് ദാസർ ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇടപെടണമേ. എൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന, എൻ്റെ ജീവിത നാണക്കേടിലേക്ക്, അപമാനത്തിലേക്ക് നയിക്കുന്ന എല്ലാ തിന്മയുടെ പ്രവർത്തനങ്ങളും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒറ്റവിളി ഈശോയെ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി ഒറ്റവിളി ഈശോയെ എന്ന് വിളിക്കുന്നു. സർവശക്തിയോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. ചേർന്ന് പാടാം. പന്തക്കുസ്ത അനുഭവം തരണേ,
പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ഈശോയെ പന്തക്കുസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. സ്വരമുയർത്തി പാടുകേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൽ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആഗ്രഹത്തോടെ വചനത്തിൽ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ. ചേർന്ന് പാടിക്കേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. കരങ്ങൾ ഉയർത്തി യാചനാരൂപത്തിൽ പിടിച്ച് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. സ്വരമുയർത്തി. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകങ്ങളുടെ ആത്മീയ ശുശ്രൂഷയില് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് യേശു തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവസ്ഥനെ ഹൃദയപൂർവ്വം നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഈ വചനത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അപ്പം ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് സ്വർഗീയ പിതാവ് ആകർഷിച്ചത് മൂലമാണ് നമുക്ക് ദൈവസന്നിധിയിൽ അനുദിനം കടന്നു വരാനും ഓരോ ആഴ്ചകളിലെ ശുശ്രൂഷയിലേക്ക് വന്ന് പങ്കുചേരാൻ സാധിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ സാധിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ആഴ്ചയിലൊന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിലോ ദൈവജനം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു ദൈവാരാധന ഇവിടെ നടന്നിരുന്നത്. അതിനുശേഷം അത് വെള്ളിയാഴ്ചയുടെ ജനത്തിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ആ ആലയത്തെ കർത്താവ് കൃപയ്ക്കുമേൽ കൃപ നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എവിടെയെല്ലാം ദൈവാരാധനയിൽ ആളുകൾ പങ്കുചേരുന്നുണ്ടോ അവിടെയെല്ലാം വലിയ സമൃദ്ധി ഉണ്ടാകുന്നുണ്ട്. ഏതെല്ലാം ദേവാലയങ്ങളിൽ ദൈവാരാധന ശക്തമായിട്ട് നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവാനുഗ്രഹം, ആ ദേവാലയവും ദേവാലയ പരിസരങ്ങളും ഒക്കെ മനോഹരോ. അനുഭവത്തിൽ നിന്ന് പറയുന്നത് 10-20 വർഷമായിട്ടുള്ള ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൂടെ പറയുന്ന കാര്യമാണ്. ആരെല്ലാം ദൈവത്തെ കൃത്യമായിട്ട് ആരാധിക്കുന്നുണ്ടോ, കൃത്യമായൊരു കാര്യമാണ്. വഴി തുറക്കുന്നൊരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ ആഗ്രഹിക്കുക. യെശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദൈവവചനം പറയുന്നുണ്ട്, ഊസിയ രാജാവ് മരിച്ച വർഷം ദൈവം ഉന്നതമായ സിംഹാസനത്തിൽ ഭൂഷണായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യെശയ്യ പറയുകയാണ്. അപ്പോൾ ഒരു വലിയ ആഗ്രഹമാണ്, വലിയ തീക്ഷ്ണമായൊരു ആഗ്രഹം ദൈവാരാധനയിൽ പങ്കുചേരുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ആർക്കുണ്ടായി? യെശയ്യാ പ്രവാചകൻ ഉണ്ടാവുകയും. കാരണം ഊസിയ രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ദൈവാരാധനയ്ക്ക് അനുവാദം ഇല്ലായിരുന്നു. കോവിഡ് കാലത്ത്
ദൈവാരാധന നടത്തുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. ഉസിയ രാജാവിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ദൈവാരാധന അനുവദനീയം അല്ലായിരുന്നു. ഊസിയ രാജാവ് മരിച്ചു കിട്ടിയപ്പോ യെശയ്യാ പ്രവാചകൻ തിടുക്കത്തില് ദേവാലയത്തിലേക്ക് കടന്നു. കാരണം ദേവാലയം തുറക്കപ്പെട്ടു. ദൈവാരാധനയ്ക്കായി ദേവാലയം തുറക്കപ്പെട്ടപ്പോ യെശയ്യാ തീഷ്ണതയോട്, അത്രയും കാലം ആരാധിക്കാതിരുന്നതിന്റെ ആ വേദനയും നൊമ്പരവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ വരവെന്ന് പറഞ്ഞാൽ ഒരു 1.5 വരവാണ്, തീഷ്ണമായൊരു വരവ്. ആ വരവിലാണ് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നത്. അപ്പൊ അതാണ് സംഭവം. നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം ഉണ്ടാവണം. യെശയ്യാ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. പരിശുദ്ധമായ ആലയത്തിൽ വെച്ച് യെശയ്യാ പ്രവാചകനെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട, നമ്മൾ ഓരോരുത്തരും ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോഴാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ദൈവാരാധന ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയമൊക്കെ ഉള്ളായിരുന്നു. രാത്രി ആരാധന നടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൂരദേശത്ത് പോയി ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ ദേശത്ത് ഇങ്ങനൊരു ആരാധന ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അപ്പൊ ദൈവം നമ്മളെ ഏൽപ്പിക്കുക. അങ്ങനെ ആഗ്രഹിച്ചപ്പോ ആ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ദേശത്ത് ചെയ്യുവാനായിട്ട് ദൈവം കൃപ തരുന്നത്. ഈ ദേശത്ത് നിന്ന് വേറെ ദേശത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് പോയി രാത്രിയുടെ യാമങ്ങളിൽ ദൈവാരാധനയിൽ പങ്കുചേർന്നപ്പോൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ചു, ദൈവം ഇതുപോലൊരു ശുശ്രൂഷ ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്നെങ്കിൽ. അതെന്ന് ആളുകൾ ഇങ്ങനെ വരിക. രാത്രി മുഴുവനും ജനം അന്ന് കുമ്പസാരിച്ച് കൗൺസിലിംഗ് നടത്തി ജനം വിശുദ്ധീകരിക്കപ്പെട്ട് ജനം കടന്നു പോവുകയാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ശക്തി വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രോട്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ ധ്യാനത്തിൽ പനി വെച്ച് ചുമ വെച്ച് ശുശ്രൂഷ ചെയ്താ. അപ്പം അങ്ങനെ ത്രോട്ടിന് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ സൗണ്ട് അങ്ങ് പോകും. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുക. അപ്പം ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹം, ഈ ശുശ്രൂഷ നമ്മുടെ ദേശത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ആഗ്രഹിക്കുക, ദൈവമായ കർത്താവേ ഈ ശുശ്രൂഷ നമ്മുടെ ദേശത്ത് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുക, ഈ ശുശ്രൂഷ നീ തന്നെ ചെയ്തോളാൻ പറഞ്ഞ് ദൈവം നമ്മളെ ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരത്താൽ അഭിഷേകം ചെയ്യുക. ഓരോ ശുശ്രൂഷകരും ആഗ്രഹിക്കേണ്ടത് ദേശത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള തീഷ്ണമായ ആഗ്രഹമാണ്. നമ്മൾ അനേകരെ ഇത്രയും ജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് കർത്താവ് പറയാ, നിങ്ങളിലൂടെ അനേകര് കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരും. വളരെ ദൂരെ ആളുകൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം തന്നെ, ഒരു ചേട്ടന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ ഞായറാഴ്ച ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ വരിക. ഇവിടെ വന്ന് പുറത്തു വന്ന സമയത്ത് ഇവിടെ പാലക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാല് പഴുത്തിട്ട് ആ കാല് ഡോക്ടർമാർ മുറിച്ച് കളയാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ഡോക്ടർമാർ, അപ്പോൾ അവിടുന്ന് ഫോൺ കോൾ വന്നു. ആ ചേട്ടൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അപ്പോൾ ദേവാലയത്തിൽ, അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ ചേട്ടൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കാമെന്ന് ചേട്ടനോട് അവിടുന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വിട്ടിരിക്കുക, ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നാളെ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ കാല് മുറിച്ച് കളയാൻ പോവാം.
പിന്നെ ഇവിടെ ആ ചേട്ടൻ വളരെ വിശ്വസ്തപൂർവ്വം കണ്ണുനീരോടെ ആ ചേട്ടനെ ഓർത്ത് പ്രാർത്ഥിച്ചു, കർത്താവെ സുഖപ്പെടുത്തണേ, കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ആ സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ചേട്ടൻ്റെ വിഭാവനത്തിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഡോക്ടർമാര് കെട്ടഴിച്ചു നോക്കുമ്പോൾ പഴുപ്പൊന്നുമില്ല, സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നു. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തിന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ഒരു അന്തരീക്ഷം, സാഹചര്യമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു സാഹചര്യമോ? ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവമായ കർത്താവ് ഈ ആലയത്തില് സജ്ജമാക്കിയിരിക്കുക. അപ്പൊ തീഷ്ണമായ ആഗ്രഹം, ദൈവജനം വരണം, ദൈവത്തെ ആരാധിക്കണം. പ്രശ്നമില്ലാത്ത ആരുമില്ല. രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങുന്ന ഫോൺ കോള് രാത്രി ഒരു 10-10:30 വരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുഴുവൻ സങ്കടങ്ങളും പരാതികളും മാത്രമേ ഉള്ളൂ. അപ്പൊ ജനം മുഴുവനും വീർപ്പ് മുട്ടി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം പകരുവാൻ ദൈവം ഒരാലയത്തില് സജ്ജമാക്കിയിരിക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. അപ്പൊ ആളുകളെ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓടി നടക്കുക, അല്ലെങ്കിൽ ഇത് വീട്ടിലിരുന്ന് ചിന്തിക്കുക എവിടെ പോയാൽ രക്ഷപ്പെടും. ഇവിടെ നമ്മളിലൂടെ അല്ലാതെ ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ നിൽക്കുന്നില്ല എങ്കിൽ എൻ്റെ ദൈവമായ കർത്താവിന് നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഞാനിവിടെ നിൽക്കണം, അതാരുടെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ ശുശ്രൂഷകരും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴാണ് ദൈവം കൃപ തരുന്നത്. ഓരോരുത്തരിലും വ്യത്യസ്തമായ കൃപയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരിലും ദൈവത്തിന്റെ പ്രവൃത്തി വ്യത്യസ്തമാണ്. ഈ ഒരു സമൂഹം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരിലേക്കും ദൈവകൃപ വ്യാപരിക്കപ്പെടുകയാണ്. എല്ലാവരും ഈശോയ്ക്ക് ആവശ്യമാണ്, ദൈവത്തിന് എല്ലാവരും ആവശ്യമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവത്തിന് ഓരോരുത്തരെയും ആവശ്യമാണ്. ഏശയ്യയുടെ വരവ് ദൈവം കാണുകയെ. ഏശയ്യ തീഷ്ണതയോടുകൂടി ദൂരദേശത്ത് വരുന്നവർ തീഷ്ണതയോടെ വരുന്നേ. 12 ആഴ്ച ദിവസങ്ങളിലേക്ക് വരാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ഇതിനകത്ത് ഞായറാഴ്ചകളിൽ കട്ടപ്പന അതിന് അപ്പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ഇവിടുന്ന് നിങ്ങൾ ചിന്തിച്ചു എത്ര സമയം കൊണ്ടാ മണിമല അപ്പുറത്തുനിന്ന് വരുന്നവരുണ്ട്. രാത്രി 12-1 മണിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ തിരിച്ചു ചെല്ലുന്നേ. ആ തീഷ്ണത ദൈവം കണക്കിലെടുക്കും. ആ തീഷ്ണമായ വരവിന് കർത്താവ് തീർച്ചയായും പ്രതിഫലം കൊടുക്കാതിരിക്കത്തില്ല. ഇവിടെ പ്രതിഫലം കൊടുക്കുക, ഏശയ്ക്ക് പ്രതിഫലം കൊടുക്കുക. അവിടുത്തെ ചുറ്റുസ്ഥലം ഏശയെ കാണുകയാണ്. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ദൈവത്തെ കണ്ടു. അപ്പൊ എവിടെയാ ഏശയെ കാണുക? ദൈവത്തിന്റെ വസ്ത്രം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത് അവിടുത്തെ വസ്ത്രാഞ്ചലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവമായ കർത്താവിനെ ദൈവജനം ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ ഇത് സംഭവിക്കത്തില്ല. ഉസിയ രാജാവ് ദേവാലയത്തിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തിന്റെ വസ്ത്രാഞ്ചലത്തിലാണ് നിന്നുകൊണ്ടാണ് ദൈവജനം പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യം ഏശയ്യാ പ്രവാചകന് ലഭിക്കുക. അടുത്ത വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ചുറ്റും സിറാഫുകൾ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, എങ്ങനെ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധനെന്ന് അവിടുന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുക. ആരാ സിറാഫുകള്? മലഖമാര് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. പ്രവാചകൻ കാണുക. ഇവിടെ ഇതെല്ലാം കാണാൻ ആഗ്രഹിക്കണ്ടേ? ദേവാലയത്തിൽ എന്ത് സംഭവിക്കുന്നു? ദൈവാരാധന നടക്കുമ്പോൾ ദേവാലയത്തില് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ആ അറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഏശയ്യ വരുന്നത് ഒത്തിരി വർഷങ്ങള് ഊസിയ രാജാവ് ഭരിച്ച വർഷങ്ങളിലൊന്നും ദൈവാരാധന ഇല്ലാതിരിക്കുക, വിഷമിച്ചിരിക്കുക. ഒരു ആരാധന ഉണ്ടായിരുന്നെങ്കിൽ ഒരാശ്വാസമായേനെ എന്നുള്ള ഒരാഗ്രഹത്തോടെ ദേവാലയത്തിൽ കടന്നു രക്ഷപ്പെട്ടു എന്നുള്ള ചിന്താഗതികൾ, എങ്ങനെ ആരാധിക്കാൻ പറ്റുമെന്നുള്ള ചിന്താഗതികളോടെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്ന ഏശയ്യാ പ്രവാചകന് ദൈവം തന്നെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ട്. 2 ചിറകുകളുണ്ട് മുഖവും, 2 കൊണ്ട് പാദവും മറച്ച് അവർ 2 ചിറകുകൾ പറക്കാനുള്ള ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ദൈവസന്നദ്ധിയിൽ മാലാഖമാർ
വ്യാപരിച്ചിരുന്നത്. ഭയഭക്തിയോടെയാണ്. മാലാഖമാരെന്ത് ചെയ്തേ? പാദങ്ങൾ മറച്ച് മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2 ചിറകുകൾ പറക്കാനുള്ള പറന്നു നിന്നുകൊണ്ട്. ഇവിടെ നമ്മൾ പറന്നു നിന്ന് ആരാധിക്കാനാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നല്ല ഉത്സാഹത്തോടെ ആ പറന്നു നിൽക്കുന്ന ഒരു ദൈവാനുഭവത്തിൽ നിന്ന് ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുവാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആരാധന കണ്ടാൽ ദൈവം നമ്മുടെ പ്രദേശത്തോട്ടൊന്നും വരത്തില്ല. സങ്കടം തോന്നും. നമ്മുടെ ആരാധന എപ്രകാരമുള്ള ആരാധന? എന്ത് വിഷമിച്ചോ ഒന്ന് കൈയടിക്കുന്നു, എന്ത് നമ്മളെ വേറൊരു മുദ്രാവാക്യം വിളിക്കാൻ അല്ലെങ്കിൽ ഒരാളോട്ട് വഴക്ക് പിടിക്കാൻ പോയാൽ നമ്മുടെ സൗണ്ടിൻ്റെ മാക്സിമ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ സൗണ്ട് ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ആഗ്രഹിക്കും എന്ന് ഈശോയെ ഒന്ന് വിളിക്കാനായിട്ട്. കിടക്കയിൽ നീ രോഗിയായിരിക്കുമ്പോ നിന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്ന യേശുവെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുമ്പോ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ അത് സാധിക്കുമോ? നാവുള്ള സമയത്ത്, നാവിന് ശക്തിയുള്ള സമയത്ത് നീ സ്വരമുയർത്തി നിന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചാൽ നിന്റെ മരണസമയത്ത് നിന്റെ മുമ്പിൽ വരുന്ന ദൈവമായ കർത്താവിനെ സ്വരമുയർത്തി വിളിച്ച് ആരാധിക്കുവാൻ ദൈവം നിനക്ക് മരണം വരെയും നിന്റെ ശരീരത്തിൽ ശേഷി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മൾ എപ്രകാരം ആരാധിക്കുന്നേ? യേശയ്യ പറയും, ഇതെന്നാ കുഞ്ഞു കളിയല്ല. ഞാൻ കണ്ടു സിറാഫുകൾ ചുറ്റും നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് കണ്ടു എന്ന് യേശയ്യ പറയുക. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു നിന്നിരുന്നു. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുക. ഇവിടെ ചോദിച്ച് വാങ്ങിക്കാഞ്ഞിട്ടാ, പ്രാർത്ഥിച്ച് യാചിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാത്തതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ദുരവസ്ഥ. കുമ്പസാരിക്കത്തില്ല. കുമ്പസാരിച്ചിട്ട് കുറേ ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി. അല്ലെങ്കിൽ പോരണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുമ്പസാരിച്ചിട്ട് 6 വർഷമായി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമായ കർത്താവിനോട്. പക്ഷെ എനിക്ക് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല. യേശയ്യ കാണുകയാ അവിടുത്തെ പരിശുദ്ധി, ദൈവത്തിന്റെ പരിശുദ്ധി. യേശയ്യ പ്രവാചകൻ കണ്ടപ്പോ യേശയ്യ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. കാരണം സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയോട് തുലനം ചെയ്തപ്പോ യേശയ്യ ഒരു പാപിയാണെന്നും പാപികളുടെ ഇടയിൽ വസിക്കുന്നവനാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ആർക്കുണ്ടായി? യേശയ്യ പ്രവാചകൻ ഉണ്ടാവുകയാണ്. ഇവിടെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. വേറെ ഒന്നും നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം നീതിമാന്മാരാണ്. എന്തുകൊണ്ടാണ് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കാത്തതെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് ദൈവരാജ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ദേവാലയത്തിൽ കാണാൻ പറ്റുന്നത് വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും നാളെ പോയിട്ട്? ഇവിടെ ബലഹീനത അവിടെ നിൽപ്പുണ്ട്, കുറവ് അവിടെ നിൽപ്പുന്നുണ്ട്. ആ ബലഹീനതയിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ബലഹീനനാണ്, ഇന്ന ബലഹീനതയുണ്ട്, ആ ബലഹീനത കണക്കിലെടുക്കാതെ എന്നെ ഒന്ന് അനുഗ്രഹിക്കാവോ എന്ന് ദൈവസന്നിധി ചോദിച്ചാൽ തീർച്ചയായും അവള് ഒരനുഗ്രഹമായിട്ട് മാറ്റപ്പെടും. അനുഗ്രഹം കിട്ടാതെ പോകത്തില്ല. പക്ഷെ യേശുവെ കാണും. യേശുവെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, ഈ നിൽക്കാൻ പോലും യോഗ്യതയില്ല, ഈ അൾത്താരയിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാനൊരു പാപിയാണ്, ബലഹീനനാണ്, അശുദ്ധനാണ്, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, എന്നെ നിർത്തണമേ, നിന്റെ കാരുണ്യത്താലും കൃപയാലും എന്നെ വിശുദ്ധ സ്ഥലത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസപൂർവ്വം വിളിക്കാമോ? നമ്മൾ ക്ലിയർ ആണെന്ന് പറഞ്ഞിരുന്ന ഒന്നും കാര്യമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്നെ കിട്ടാത്ത എന്താ ദൈവാനുഭവം ഉണ്ടാകാത്ത? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് അടിക്കടി തകർച്ച ഉണ്ടാകുന്ന കാരണം എന്താ? എന്തൊക്കെയോ ബലഹീനത
പാപം എൻ്റെ കൈവശം കടന്നു വന്നിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അഭിവൃദ്ധി നിലനിൽക്കാതെ പോകുന്നത്. വ്യഗ്രതയാണ് നമ്മുടെ ജീവിതത്തിൽ. വ്യഗ്രത, നമ്മളെക്കുറിച്ചുള്ള വ്യഗ്രത, മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ തേടിക്കൊണ്ടുവരുന്നത് ഞാൻ അതങ്ങ് ഊതി പറപ്പിക്കുന്നു. അപ്പൊ ദൈവം ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ദൈവമായ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തെ പ്രതി, നിങ്ങളുടെ മക്കളെ പ്രതി നിങ്ങൾ വ്യഗ്രത കാണിക്കുമ്പോൾ ഞാൻ അത് ഊതിപ്പറത്തിക്കളയുമെന്ന് കർത്താവ് പറയുകയാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. നീ കൊണ്ടുവരും, പക്ഷെ അത് നീ കൊണ്ട് ഇടുന്നത് ഏതു തരം സഞ്ചിയിലാണെന്ന് നിനക്കറിയത്തില്ല. നീ ഇട്ടുവെക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രമെന്ന് ഹഗായി പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊണ്ടുവരും, സമ്പാദിച്ചുകൊണ്ട് വരും, പക്ഷേ നിലനിൽക്കുന്നില്ല. അത് കൊണ്ടയിടുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രമെന്ന് ഹഗായി പ്രവാചകനിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പാദിക്കുന്നുണ്ട്, ഇല്ലായൊന്നുമില്ല. ഇവിടെ അശുദ്ധി തിരിച്ചറിയുമ്പോ, ബലഹീന തിരിച്ചറിയുമ്പോ, കുറവ് തിരിച്ചറിയുമ്പോ ആ കുറവിനെ പരിഹരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. യെശയ്യാ പറയുക, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം. ബലഹീനത കണ്ടപ്പോ ദൈവമേ ഇത്രയല്ല, ഇതിലേറെ ദുരിതം വരുന്നുണ്ടോ? കാരണം ഞാൻ ദൈവസന്നദ്ധയിൽ അശുദ്ധനായ മനുഷ്യനാണ്. അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. കാരണം സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പെട്ടു പണി കിട്ടി. എൻ്റെ ദുരിതത്തിന് കാരണം എന്താ? കാരണം ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരം ഉള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. കാരണം അതുകൊണ്ട് എനിക്ക് ദുരിതം. കർത്താവിൻ്റെ വചനമോ നല്ലത് പറയത്തില്ല, മോശമായ വാക്കുകൾ, തെറി വിളിക്കുക, കുടുംബത്തിൽ ഭാര്യയെ തെറി വിളിക്കുക, ഭാര്യ ഭർത്താവിനെ തെറി വിളിക്കുക, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, മൊത്തം ചീത്ത വിളിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ അധരം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വെറുതെ കിട്ടത്തില്ല. എൻ്റെ അധരം എന്താ? അനുസരണം ഉണ്ടോ? ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ അനുസരിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ടോ? ആത്മീയ ഗുരുക്കന്മാരെ അനുസരിക്കുന്നുണ്ടോ? ചെയ്യരുതെന്ന് ഒരു ആത്മീയ ഗുരു എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യത്തില്ല. ഇന്ന കാര്യം ചെയ്യരുത്. ഇവിടെ ചെറുതും വലുതായ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം എൻ്റെ ആത്മീയ ഗുരുവിനോട് ഞാൻ ചോദിക്കും, അച്ഛൻ അത് ചെയ്താൽ കുഴപ്പമുണ്ടോ? അച്ഛൻ കുഴപ്പമില്ലെന്ന് പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന ഒരു ആത്മീയ ഗുരു എന്തിനു വേണ്ടിയാ? ചെങ്കടൽ കടക്കാനായിട്ട് ഒരു വടി കൊടുത്തു വിട്ടിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രവാചകനെ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഒരു പുരോഹിതനെ ദൈവം നിന്റെ ജീവിതത്തിൽ ആത്മാർത്ഥതയുള്ള വിശ്വസ്തയുള്ള ശുശ്രൂഷകരെ നിനക്ക് ദൈവമായ കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ കേൾക്കും, പക്ഷെ പ്രവൃത്തി വേറെ. എൻ്റെ ഇഷ്ടത്തിൽ പ്രവർത്തിക്കും, ഒന്നും സംഭവിക്കത്തില്ല. ദൈവം പറയുക, പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? ആഗ്രഹം എന്താണ് എന്നോട് സംസാരിക്കുന്നത്? വലിയ ആഗ്രഹം. സംസാരിക്കുന്നത് കേൾക്കും, പക്ഷെ പ്രവൃത്തി വേറെ രീതിയിലായിരിക്കും. അത് കേൾക്കാൻ പോയാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? ദൈവം പറയുമോ? പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് ഉത്തരം പറഞ്ഞ് ഇന്നത് നീ ചെയ്യരുത്, നീ പ്രവർത്തിക്കുന്നത് നിനക്ക് നാശമാണ്. അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ നമുക്ക്, സുവിശേഷം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും, വചനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. നീ ചെയ്യരുത് ചില കാര്യങ്ങൾ. പക്ഷെ അതിന് പുല്ലുവില കൊടുത്തുകൊണ്ട് വീണ്ടും ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. അശുദ്ധമായ അധരം ഉണ്ടെങ്കിൽ ഒരിക്കലും, നമ്മുടെ ഉള്ളിൽ അനീതിയുടെ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. നീ പ്രവർത്തിക്കുന്നത് നീതിപൂർവമായ പ്രവൃത്തിയാണെങ്കിൽ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉടനീളം ദൈവം അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കും. യെശയ്യായ്ക്ക് പിടികിട്ടി. ദൈവസ്ഥാനെ ആരാധിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ വന്നു കഴിഞ്ഞ് മഹത്വം കണ്ടു കഴിഞ്ഞ, ദൈവസ്ഥാനത്തെയും കണ്ടു കഴിഞ്ഞപ്പോൾ
ബലഹീനത മുഴുവൻ മനസ്സിലാക്കിയപ്പോ, എൻ്റെ കർത്താവെ, നിന്റെ സന്നദ്ധിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ വിട്ടുപോകുവാന്ന് പറഞ്ഞു. കാരണം എനിക്ക് ദുരിതം വരാൻ പോവാ, കഷ്ടതകൾ വരാൻ പോവാ. 40 ദിനരാത്രങ്ങൾക്കുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടാൻ പോയതിന്റെ കാരണം എന്താ? നിനവെ നിവാസികൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാനായിട്ട് യോനാ പ്രവാചകനെ ദൈവം ദേശത്തേക്ക് പറഞ്ഞയച്ചു. ഉപവാസം പ്രഖ്യാപിച്ചു, പ്രാർത്ഥന കൂടി. ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പറയും, ചില ആളുകളോട് പറയും, നിങ്ങൾ ഒരു വർഷത്തിനിരുന്ന് പ്രാർത്ഥിച്ചേ. ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ആകെപ്പാടെ മൊത്തം പ്രശ്നമോ. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിന്റെ സമയമാണ്. അന്ന് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, ഒത്തിരി തകർച്ചകളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമാണ്. എനിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, എനിക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ഉയർത്തിയെടുക്കാൻ എനിക്ക് സാധ്യമാവുന്നില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാം. ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 1 മുതൽ 150 വരെ സങ്കീർത്തനങ്ങൾ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിൽ നിറഞ്ഞ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. ഇവിടെ എനിക്കൊന്ന് 3 ആഴ്ചയായി കാണും. ചേച്ചി എന്നോട് അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുവാൻ ആരംഭിച്ചു. ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന സഹോദരിയുടെ സംസാരമല്ല, 3 ആഴ്ച കൊണ്ട് സംസാര രീതിയിൽ മാറ്റം സംഭവിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്താൽ നാവും ഹൃദയവും മനസ്സും ശരീരവും നവീകരിക്കപ്പെടുകയാണ്. തല്ലിക്കൂട്ട് പരിപാടിയായിട്ട് ദൈവസന്നിധിയിൽ ഒന്നും നേടാൻ നമുക്ക് സാധ്യമല്ല. മറച്ചു വെച്ച് നമ്മൾ നല്ലതാണെന്ന് കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. കിട്ടിയാൽ അത് നിലനിൽക്കാനും പോകുന്നില്ല. യേശു പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്കെല്ലാം പിടികിട്ടിയത് ഞാൻ പാപിയാണ്, ബലഹീനനാണ്, നിന്റെ സന്നിധി നിൽക്കാൻ ഞാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് യേശു പോവുക. എന്നാൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവരോട്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടികളുണ്ടെടുത്ത തീക്കനൽ എൻ്റെ അടുത്തേക്ക് പറന്നു വന്ന് അവൻ എൻ്റെ അധരത്തെ സ്പർശിച്ചു പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യങ്ങൾ നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കപ്പെടുക. ഓരോ പരിശുദ്ധ കുർബാനയിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ പാപങ്ങള് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ബലഹീനത ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിലൂടെ യേശു ആ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ജീവനെയും നവീകരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകനോട് ദൈവം പറയുക, നിന്റെ എല്ലാം ക്ഷമിക്കപ്പെട്ടു, പാപം ക്ഷമിക്കപ്പെട്ടു. മാലിന്യം, നീ പാപം ചെയ്തതിലൂടെ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ചില രോഗത്തിന്റെ അവസ്ഥകള് ദൈവമായ കർത്താവ് നിന്റെ ശരീരത്തിൽ നിന്ന് ഇതാ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ മാലിന്യം. പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുമ്പസാരിക്കുമ്പോൾ പാപമോചനം കിട്ടും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നത്? ഒരു മാലിന്യമുണ്ട്. നീ പാപം ചെയ്തതിലൂടെ നിന്റെ ശരീരത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ മക്കളില്, നിന്റെ വസ്തുവകളില്, നിന്റെ കൃഷിയിടങ്ങളില്, നിന്റെ അധ്വാന മേഖലയില് ചില മാലിന്യങ്ങള് തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാലിന്യം മാറ്റപ്പെടേണ്ടത് ഇതിലൂടെ മാറുന്നേ കർത്താവിൻ്റെ പരിശുദ്ധ ബലിയിലൂടെ. നാവിലേക്ക് ഒരഗ്നി കൊണ്ട് വെക്കുന്നുണ്ട്, ഒരു അഭിഷേകം. നിന്റെ നാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നിന്റെ ബുദ്ധിയെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തെ മുഴുവൻ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവം സാന്നിധ്യമായിട്ട് നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപമാലിന്യങ്ങളും നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന്, ദേശത്തു നിന്ന് നീക്കിക്കളയുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നീങ്ങുവോ? നീങ്ങും. തിരിച്ചറിയണം, മഹത്വം കാണണം. ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിയുമ്പോഴാണ് രക്ഷപ്പെടുന്നതെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
കുർബാനയിലൂടെ ദൈവം തരുന്ന മഹത്വത്തിന്റെ, അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ സാന്നിധ്യത്തെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി എന്നാണ് യെശയ്യാ പ്രവചനം യെശയ്യാ പ്രവചിക്കുക. യെശയ്യാ നമ്മൾക്ക് പറഞ്ഞു തരുമോ? മക്കളെ, ഇങ്ങനെയാ സംഭവിക്കുന്നത്. ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നതിനുമാണെന്ന് ഏറ്റുപറഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? സിറാഫുകള് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനലിന്റെ നാവി വെച്ചിട്ട് സിറാഫുകൾ പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ദൈവം പാപത്തിലൂടെ വന്നിരിക്കുന്ന സകല മാലിന്യങ്ങളും ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രവാചകൻ ഒരു ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, വ്യക്തി ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ വ്യക്തികളെ അയച്ചു തരിക. ധ്യാനത്തിന് പോകും മകനെ, പ്രാർത്ഥിക്ക്, നിന്റെ ജീവിതത്തെ മാറ്റം ഉണ്ടാകും. നീ ഇന്ന സ്ഥലത്തേക്ക് പോ, ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക എന്നും നമ്മളോട് പറയുന്നത് ആരാണ്? ദൈവം അയച്ച ഒരു പ്രവാചകനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേച്ചി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ മൊത്തം തീർന്നു, കോൺട്രാക്ട് വർക്കൊക്കെ ആയിരുന്നു. ഇന്നിവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കോൺട്രാക്ട് വർക്കൊക്കെ എടുത്ത് മൊത്തം തീർന്ന്, ഏകദേശം തീർന്നെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി ബസ് കയറി, എവിടുന്ന? പാലായിൽ നിന്നാണ് ബസ് കയറി ഇവിടെ പറഞ്ഞു. ഈ വളരെ ദൂരമെന്ന് പറഞ്ഞു. വളരെ, ഇവിടെ അങ്കമാലി, അങ്ങ് തൃശ്ശൂരിൽ നിന്നൊക്കെ ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പെരുമ്പാവൂരിൽ നിന്നുള്ളവരുണ്ട്, പാലായിൽ നിന്നാണ് ദൂരം കൂടുതൽ. ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ഇരിക്കേ, സമയമായിട്ടില്ല പോലും, ഇനി സമയമാകുമ്പോൾ ദൈവം കൊണ്ടുവന്നോളും, ദൂരെ കൂടുതലാണ്. ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ദൈവം കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ടാ? തൻ്റെ രക്ഷ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാ. യെശയ്യാ വന്നതുപോലെ വരുമ്പോൾ ഒരു വലിയ ദൗത്യം യെശയ്യാ കർത്താവ് കൊടുക്കുക. അതിനുശേഷം കർത്താവ് അരുളിച്ചെന്ന് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനോട് ചോദിക്കുക, ഞാൻ ഇനി ആരെ അയക്കും? ജനത്തെ വിശുദ്ധീകരിക്കുവാൻ, ജനത്തെ വീണ്ടെടുക്കുവാൻ, ഒരു കുടുംബത്തെ നയിക്കുവാൻ, ഒരു കുടുംബത്തെ വീണ്ടെടുക്കുവാൻ, കടബാധ്യതയിൽ നിന്ന് മോചനം തരുവാനായിട്ട്, അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് മോചനം തരുവാനായിട്ട് ഞാൻ ആരെ അയക്കും? ദൈവത്തിന്റെ വിഷമതാ. ആരെ അയക്കും? ഒരു കുടുംബ ബന്ധനത്തിലാകുമ്പോ, അല്ലെങ്കിൽ കടബാധ്യതയിലാകുമ്പോ, ആത്മഹത്യയുടെ വക്കിലാകുമ്പോ ദൈവമായ കർത്താവ് ചോദിക്കുക, ആരെ ഞാൻ അയക്കും അവരുടെ വീട്ടിലോട്ട്? നമ്മളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ കർത്താവ് കാത്തിരിക്കുക. കർത്താവ് ചോദിക്കുന്ന, ഞാൻ ആരെ അവരുടെയൊക്കെ വീട്ടിലോട്ട് പറഞ്ഞയക്കും? അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ആരെ അയക്കും? യെശയ്യാ പറഞ്ഞു, ദൈവമായ കർത്താവേ എന്നെ അയച്ചാലും. നമ്മൾ പോവോ? നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി വന്നിരിക്കുവോ? നമ്മുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ വന്ന് സ്വാർത്ഥതയോടെ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ആരോടും പറയത്തില്ല, ഞാൻ അങ്ങനെ പോയാൽ, ഞാൻ അവിടെ പോയാണോ ഈ അനുഗ്രഹം കിട്ടിയെന്ന് മറ്റുള്ളവരറിയും. ഒരു കാരണവശാലും അറിയരുത്. കർത്താവ് ചോദിക്കുന്ന, മോളെ, ഞാൻ അവരെ ഇവരെ നിന്റെ തൊട്ടടുത്തുള്ളവരെ രക്ഷിക്കുവാൻ ഞാൻ ആരെ അയക്കും? കർത്താവ് ചോദിക്കുവോ? ആരെ ഞാൻ അയക്കും? യെശയ്യാ പറഞ്ഞു, ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് നീ എന്നെ അയച്ചാലും ഞാൻ അവരോട് ഒന്ന് പറയാം, നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവരെ ബോധ്യപ്പെടുത്താം, ഞാൻ അവരോട് പറയാം എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തി, ആരെയാണ് ഞാൻ അയക്കുന്നത്? അവിടെ നിന്ന് അരുളിച്ചെയ്ത് പോവുക, നീ ജനത്തോട് പറയുക, വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാകില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ 12-13 ആഴ്ച വരാൻ പറയണം. 2 ആഴ്ച കഴിയുമ്പോൾ ഇവർ പറയും, ഒന്നുമില്ല അവിടെ എന്ന് പറയും. ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, മനസ്സിലാകത്തില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവിടെ നല്ല ചെയ്തു പോവുക, ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാകില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഇവിടെ വീണ്ടും വരുന്ന സഹനമാ. ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില സഹനങ്ങൾ അവരുടെ വിശുദ്ധീകരണത്തിനായിട്ട് അയക്കുന്നത് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തും. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് നിലവിളിക്കുക, മക്കളെ
നിങ്ങൾ അങ്ങനെ പോയാൽ പ്രശ്നമാകും, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകും, നിങ്ങൾ ദിവസങ്ങളിലേക്ക് മടങ്ങി വാ, ഒരു ധ്യാനത്തിലേലും വാ, ഒന്ന് കൂടിക്കേ, വന്ന് കൂടിക്കേ, ഒരു 12 ആഴ്ച വന്ന്, ഒരു 13 ആഴ്ച ഒന്ന് കൂടിക്കേ എന്നൊക്കെ നിലവിളി വിളിച്ച് പറയും. പക്ഷേ കേട്ടിട്ടും ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വലിയ സഹനത്തിലൂടെ പോയാൽ മാത്രമായിരിക്കും വീണ്ടും ഇവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധ്യമാകുന്നു. അപ്പം എല്ലാവരും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, വന്നവർ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ വചനം പറയുമോ, കേട്ടിട്ട് അവർക്ക് ഗ്രഹിക്കാൻ, കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുക. കാരണം പാപത്തിലാണ് നിൽക്കുന്നത്. വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും, മന്ദീഭവിച്ചുകൊണ്ടിരിക്കും, കേൾവി നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള കേൾവിയല്ല, ദൈവസ്വരം കേൾക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടും. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അത് 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദേവനുണ്ട്, അവൻ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കും. വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മനസ്സന്ധമാവും. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് നല്ലതായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നൊക്കെ, പക്ഷേ ഒരു സദ്വാർത്ത ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നല്ല വാർത്തയില്ല, ഉടുത്തൊരുങ്ങി നല്ല സ്റ്റൈലായിട്ടാണ് നടക്കുന്നത്, പക്ഷേ അവരുടെ വീട്ടിൽ ഒരു നല്ല വാർത്ത കേൾക്കാനായിട്ടില്ല, മോശമായ വാർത്തയേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാന സംഭവം എന്താ? ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ, ഈ ലോകത്തിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിച്ച് നമ്മളിന്ന് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് അന്ധമാകും. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ദൈവത്തിൻ്റെ പ്രകാശത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ബുദ്ധിയൊക്കെ അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ ദൈവമായ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തുള്ളൂ. പാപം ഉപേക്ഷിച്ചാലേ ഉള്ളൂ, തിന്മ ഉപേക്ഷിച്ചാലേ ഉള്ളൂ. യേശയ്യ പറഞ്ഞു, ഞാനിങ്ങനെ കുഴപ്പമുള്ളവനാ. കർത്താവെ, കുഴപ്പം പരിഹരിക്കുക. കുഴപ്പം പരിഹരിക്കുന്ന വഴിയാണ് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന. ആ കുർബാനയാണ് സഹീയ ഊട്ടുശാലയിൽ സ്ഥാപിതമായ പരിശുദ്ധ കുർബാന. ആ കുർബാനയാണ് ഇന്ന് അർപ്പിച്ച പരിശുദ്ധമായ കുർബാന. ആ കുർബാനയിലൂടെയാണ്, ആ അപ്പത്തിലൂടെയാണ് ദൈവം നമ്മുടെ ശരീരത്തെ നവീകരിച്ചിരിക്കുന്നത്. ഇനി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും. നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല, വരത്തില്ല. പക്ഷെ പറയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശയ്യാ, നീ പോയി എനിക്ക് വേണ്ടി ആര് പോകും? ജനത്തോട് നീ വീണ്ടും 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 നീ പറയുക. ഒരുവൻ വന്ന് മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിനെ ഓർത്ത് സന്തോഷിക്കാൻ കർത്താവ് പറയാം. ഒരുവൻ വന്നാൽ രക്ഷപ്പെട്ടു. 10 പേര് മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു വിട്ട് വരുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവും. ഒരു പയ്യൻ പറഞ്ഞ പോലെ, ബ്രദറെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മദ്യപാനിയായിരുന്നു. ഞാൻ അതുപോലെ തന്നെ പുകവലിക്കുമായിരുന്നു, ഹാൻസ് ഉപയോഗിക്കുമായിരുന്നു. കുന്നനാന സഹിയോനിൽ നടന്ന ഒരു ബ്രദറിൻ്റെ ധ്യാനത്തിൽ, ഒറ്റ ധ്യാനത്തിൽ ഞാൻ പങ്കുചേർന്നിട്ട് പിന്നീട് ഞാനിങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് പിന്നീട് പോയിട്ടില്ല. ഇപ്പോൾ വിദേശത്താണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നെ വിളിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടിയത്. ഒരു മാനസാന്തരം സംഭവിച്ച അത് പറഞ്ഞു വിട്ട ആൾക്കും ആ വ്യക്തിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവർക്കിടെയും കർത്താവ് കണക്കിലെടുത്ത് അനുഗ്രഹിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇത് എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അലച്ചിരുന്നു, നഗരങ്ങൾ ജനവാസമില്ലാതെ, ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെ, ശൂന്യമായ ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ. ചില സഹനങ്ങൾ വരുന്നത് മുന്നറിയിപ്പായിട്ട് യേശയ്യ പറയുക, കുടുംബത്തിൽ ആളില്ലാതെ പോകും. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വിളിച്ചു, ബ്രദറെ ഞാനിവിടെ പറഞ്ഞു ഇച്ചിരി ശാന്തതയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. പക്ഷെ പിന്നീട് അത് കൂടി, ആള് മരിച്ചു, നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. 48 വയസ്സങ്ങാണ്ട് പ്രായമുള്ളൂ. മദ്യപിക്കരുന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, ധ്യാനം കൂടാൻ പറഞ്ഞാൽ കൂടത്തില്ല, വചനം കേൾക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാ. പാപം ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിയാന്ന് എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനം പാപമാണെങ്കിൽ അതിൻ്റെ ശമ്പളം നമുക്ക് കിട്ടാതിരിക്കത്തില്ല. ജോലി ചെയ്തവൻ കൂലിക്ക് അർഹനാണെങ്കിൽ പാപം ചെയ്യുന്നവൻ അതിൻ്റെ ശമ്പളം അത് മരണമാണ്, നാശമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണത്തിലേക്കാണ് നാം പ്രവേശിക്കപ്പെടുന്നത്.
അതുകൊണ്ട് നമ്മൾ തെറ്റ് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആകെ ദൈവം തന്ന ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് ആഗ്രഹിച്ചപ്പം യെശയ്യാ പ്രവാചകനെ കൊണ്ട് കാണിക്കുന്നത്. ദൈവത്തെ കാണിക്കുമോ? പോകാൻ പറഞ്ഞു. ഞാൻ പോകാന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടപ്പോൾ തീക്ഷ്ണതയായി. ഞാൻ പോയി അനേകരെ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ ചെല്ലുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, നീ എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല, ഗ്രഹിക്കത്തില്ല, മനസ്സിലാകത്തില്ല. വീണ്ടും 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 നീ അവരോട് പറഞ്ഞാൽ അവരൊരു സമയത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. ആ പ്രശ്നങ്ങൾ അങ്ങോട്ട് ചെന്ന് ഭവനങ്ങളിൽ ആളുകളില്ലാതാകും, നഗരങ്ങൾ നശിക്കും, മൊത്തം കുഴപ്പമായി കഴിയുമ്പോൾ ഇവരുടെ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തീക്ഷ്ണതയോടെ ഇവർ വരുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം വരത്തില്ല, വലിയ പാടം. അവൻ വരത്തില്ല, ചെറുക്കൻ വരത്തില്ല. അവന് അങ്ങ് പോകണം, എവിടെയാ? ഓസ്ട്രേലിയക്ക് പോകണം. പക്ഷെ അവൻ പ്രാർത്ഥിക്കാനൊന്നും വരത്തൊന്നുമില്ല. അമ്മച്ചി വരും പ്രാർത്ഥിക്കാനായിട്ട്, ഞാൻ വരും, പക്ഷെ അവൻ പോകണം. പിന്നെ ഇവിടെ അവൻ എങ്ങനെ അനുഗ്രഹിക്കും? ഇവിടെ അവൻ ഓസ്ട്രേലിയയിൽ ചെന്ന് ഇവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞേ. എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തണം ദേവാലയത്തിൽ, മക്കളെ വിളിച്ചുകൊണ്ട് വരണം. അവനെ ഓസ്ട്രേലിയക്ക് വിടാൻ പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അമ്മയ്ക്ക് അവന് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട്, ഒരു വൈദികന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് അവൻ പോയാൽ അവൻ അനുഗ്രഹമായിട്ട്. അവൻ വരത്തില്ല. ബാങ്കിൽ പോകാൻ വരും, ലോൺ എടുക്കാൻ അവൻ വരും. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളായി പറയുന്നത്. ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് താല്പര്യമില്ല, പക്ഷേ ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയാണ്. എല്ലാം ശരിയാകണം. ബ്രദർ പ്രാർത്ഥിച്ച് എല്ലാ കാര്യവും ശരിയാകണം. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. ഇവൻ അവിടെ പോയാൽ എങ്ങനെ ഇരിക്കും? ഡൈവോഴ്സ് ആണ്, 2 സ്ഥലത്താണ്, കേസ് നടത്താൻ പൈസയില്ല, കടക്കുക ഓസ്ട്രേലിയയിൽ. ഇവിടെ നിരവധി സംഭവങ്ങളാണ്. അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മലമറിച്ച് കാശുണ്ടാവുമൊന്നുമല്ല. അവിടെ വേദനയാണ്, കഷ്ടപ്പാടാണ്, ദുരിതമാണ്, നട്ടില് പറഞ്ഞു പോകുന്ന അത്രയും ജോലി ഭാരമാണ്. കിട്ടുന്നത് ടാക്സ് ആയിട്ട് പോവുകയുള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. ഒരമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം, വീടും പറമ്പ് പോവാ, ചെറുക്കൻ രക്ഷപ്പെടില്ലെന്നോർത്ത് എവിടെ വിട്ട് കാനഡയ്ക്ക് വിട്ടു. 35 ലക്ഷം രൂപ കടബാധ്യതയാ. അവൻ തിരിച്ചു വന്നിരിക്കുക. അവൻ അവിടെ ഉഴപ്പി. അവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ചു. ആ സാഹചര്യങ്ങളുടെ പരിണത ഫലമായിട്ട് അവന് തകർച്ചയുണ്ടായി. ആ തകർച്ച അവനെ സ്വദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പണിയാണോ? വീട് പോവുക. ഒന്നാന്തരം ഒരു വീട്, 10-40 സെന്റ് സ്ഥലവും നല്ലൊരു വീടും നഷ്ടപ്പെടുക. കാരണം ഇത് അടയ്ക്കാനായിട്ട് അപ്പനും അമ്മയ്ക്ക് വഴിയില്ല. വീട്ടിൽ വന്ന് മുറിക്കകത്ത് കയറി കഥകടിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ ആഗ്രഹിച്ചതുപോലെ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാകും. നമ്മൾ മുമ്പേ കേട്ട വചനം എന്താ? അവൻ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും രാപകൽ നിന്ന് നമുക്ക് വേണ്ടി പൊരുതുന്ന, നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന, കാനാൻ ദേശത്തേക്ക് നമ്മളെ നയിക്കുന്ന, പർദീസിലേക്ക് നയിക്കുന്ന ദൈവമായ കർത്താവാണ് നമ്മുടെ ദൈവം. കരമേർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമേർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? ഈ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് നമുക്ക്. എനിക്ക് വേദന, ഒരാളുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇവരെ എങ്ങനെ അതിനകത്ത് രക്ഷപ്പെടുത്താൻ പറ്റും? എൻ്റെ ഒരു ബലഹീനതയത്. പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, ദൈവത്തോട് പറയും, ദൈവമേ ഇങ്ങനെ പ്രശ്നത്തിൽ കിടക്കുക. ചിലരുടെ വേദനകൾ നമ്മുടെ വേദനയായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ വേദനയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുക. ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുമ്പോൾ അതിൻ്റെ വേദന ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഹൃദയങ്ങളെയും വേദനിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയില്ലാത്ത ചെയ്തികളാണ്, പ്രവൃത്തികളാണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിരവധി സംഭവങ്ങൾ, അവിടെയൊന്നും പറയാൻ പറ്റത്തില്ലാത്ത സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യമാണോ പറഞ്ഞതെന്ന് ചോദിക്കും ചിലപ്പോൾ. സംഭവം ഇങ്ങനെ പോവുക. ഈ മക്കളെ എല്ലാം വിദേശത്തേക്ക് വന്ന് മുഴുവൻ കട എടുത്ത് കയറ്റി വിടുക. അവിടെ നിന്നൊന്നും അവരൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. കാരണം അവിടെ ഒന്നും ഇല്ല. ഒരു കൊച്ചു പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച സ്ഥലമല്ല. ഓർത്തു നോക്കി, അവള് വലിയ പ്രതീക്ഷയായിട്ട് പോയേ. ഞാൻ പ്രതീക്ഷിച്ച സ്ഥലമല്ല, ഞാൻ തിരിച്ചു പോന്നാലോ എന്ന് ഓർക്കുക. ഇവിടെ പഠിക്കാൻ വിട്ടോ, പൈസ ഉണ്ടെങ്കിൽ വിട്ടോ, അവരവിടെ നിന്ന് പഠിത്തം കഴിയുമ്പോൾ തിരിച്ചു വരും. ഈ ദേശത്ത് വന്ന് ജോലി ചെയ്യും. അല്ലാതെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം കട്ടപ്പുകയായിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ഒന്നുമില്ല. ജനം മുഴുവൻ ചെന്ന് തള്ളിക്കൊണ്ടിരിക്കുക. അവിടെ കടക്കാൻ സ്ഥലമില്ല.
വീടിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുക. UK വീടില്ല കിട്ടാനായിട്ട്. നിരവധി ആളുകൾ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വിളിക്കുക, കിട്ടുന്നില്ല. താക്കോല് ആരണ്ടറി ഇരിപ്പുണ്ട്. എനിക്ക് കൊച്ചു നല്ല വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിച്ച് അനുഗ്രഹമായി, താക്കോല് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളിലല്ല, വേറൊരാളല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച വന്ന് അവർ തുറന്നു തന്നാൽ മാത്രം നമുക്ക് വീട് സ്വന്തമാകത്തുള്ളൂ. പ്രാർത്ഥിച്ചേക്കണേ ആ താക്കോലുമായിട്ട് വരാനായിട്ട്. ഇതാണ് അവസ്ഥ. പ്രസവിക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചുകൂടെ ഉണ്ടാവുക, 2 പിള്ളേരുണ്ട്, നിങ്ങളെല്ലാം കൂടെ കിടത്താനായിട്ട് സ്ഥലമില്ല. കൂട്ടത്തിൽ അമ്മച്ചി വന്ന് നിൽക്കണം, അമ്മച്ചിക്ക് കിടക്കാനായിട്ട് ഇടയില്ല. പ്രിയപ്പെട്ടവരെ, പരമദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ മക്കളെ കയറ്റി അങ്ങ് വിടുന്നത്. അവിടെ വിഷമിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു പറയും, എടി ബാങ്കിൽ അടയ്ക്കാൻ സമയമായി, അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അവ കൂട്ടുകാരനോട് മേടിച്ചു, അപ്പുറത്ത് മേടിച്ചു, ഇപ്പുറത്ത് മേടിച്ച്, അങ്ങോട്ട് മറിച്ച് അവസാനം അവൻ വലിയൊരു കടബാധ്യതയിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരും. ഉരുട്ടി മറിക്കുവോടെ. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അപ്പം പറയുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുക, നീ ഇത് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യും. ഉണ്ടായിട്ടല്ല ചെയ്യുന്നത്, അപ്പം പറഞ്ഞത് കാരണം ചെയ്യുക. പല വ്യക്തികളും അപ്രകാരമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. മക്കള് മാതാപിതാക്കളെ അനുസരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, ഉണ്ടായിട്ടല്ല, കടമേടിച്ചൊക്കെ ചെയ്യുക. ഇതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെ ഈ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദയനീയമാണ്. സമൃദ്ധിയിലേക്ക് ചെല്ലുന്നവരുണ്ട്, വിരലിലെണ്ണാവുന്നവർ. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, വേദനിക്കുന്ന ഒത്തിരി ആളുകളുടെ വേദനകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, ആ വേദനകൾക്കും ദൈവം ഉത്തരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസ്ഥാനെ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ, ഇതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ബലഹീനതയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനും, ആ ബലഹീനതയിൽ നിന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ ആ ബലഹീനതകൾ പരിഹരിക്കപ്പെടുവാനും, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മഹത്വമായിട്ട് മാറുവാനും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനും ഉള്ള വലിയ സാധ്യതയ്ക്ക് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ ദൈവജനത്തെ വിശുദ്ധീകരിക്കുക. കരം ഉയർത്തി നന്നായിട്ടൊരു 10-50 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജനമായ പ്രദേശങ്ങൾ ധാരാളമാകുകയും ചെയ്യുന്നതുവരെ അതിലൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാക്കി ടർപ്പൻറ്റൈൻ വിഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റിയിൽ നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി വിശുദ്ധ ബീജമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവവചനത്തിന്റെ ശക്തിയാൽ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശയ്യയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കടന്നു വരികയും യേശയ്യ ദൈവരാജ്യ ശുശ്രൂഷകനായിട്ട് മാറ്റപ്പെടുകയും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത പ്രവാചകനായ യേശയ്യയുടെ അധരത്തിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ അധരങ്ങളുടെ പ്രഘോഷിക്കപ്പെടുവാൻ തക്കവിധം ഞങ്ങളുടെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സാന്നിധ്യമാക്കി രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സ്വരം ഉയർത്തി സ്തുതിച്ച് കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ, പൈശാചിക ബന്ധനങ്ങള്, രോഗത്തിന്റെ ബന്ധനങ്ങള്, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കരുതി കൊണ്ടുവരണം. കർത്താവിന് വേണ്ടി കൊണ്ടുവരിക. 10 പൈസയാണെങ്കിലും 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും എത്രയാണെങ്കിലും 100 ആണെങ്കിലും 500 ആണെങ്കിലും 1000 ആണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കർത്താവിന് വേണ്ടി കരുതി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കണം. ആ സമർപ്പണത്തെ ദൈവമായ കർത്താവ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. ഒരു പേഴ്സിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഒരു സൈഡിൽ എടുത്ത് വെക്കണം. കർത്താവിനുള്ളതാണ്, അത് വിശുദ്ധമാണ്. കർത്താവിന് വേണ്ടി കരുതി കൊണ്ടുവരിക. ഈ സമർപ്പണം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുക. ഈശോയെ സമർപ്പണത്തെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണം. വെട്ടുക്കിളികളെ ഞാൻ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം
ആനന്ദത്തിൻ്റെ ദേശമായിട്ട് മാറും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വെട്ടുക്കിളികളെ ഞാൻ ശാസിക്കും, അപ്പം നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായിട്ട് മാറുമെന്ന് മലാഖ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ അവിടെ നൽകിയിരിക്കുന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി വിശ്വാസപൂർവ്വം ഈശോയെ എന്ന് വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. പ്രിയപ്പെട്ട താമസിച്ചുള്ള ധ്യാനം 4-ാമത്തെ ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിക്കും. അപ്പം ധ്യാനം കൂടാത്തവർ, കൂടുതൽ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒക്കെ കടന്നു പോകുന്നവർ ധ്യാനത്തിൽ പങ്കുചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകമായ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക. 5 ദിവസം ഈ മലമുകളിൽ ധ്യാനിക്കേണ്ട അവസരമുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്നവരും ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ നിങ്ങൾ ധ്യാനത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പരിശ്രമിക്കണം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്ന ഭയം, വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്ന ഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. മുട്ടുമേലാകാം. ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരിക. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയത് തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശമായ കാനാൻ ദേശത്തേക്കാണ്. എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ സുഖപ്പെടുത്തുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാനായി എൻ്റെ പൊന്നു തമ്പുരാൻ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ അപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ, ഓരോരുത്തരുടെ ജീവിതത്തെയും കർത്താവ് വീണ്ടെടുക്കുക. കരങ്ങളൊന്ന് ഉയർത്തി
വിശ്വാസത്തോടെ സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ, ആരാധന, 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 ആരാധന. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ദൈവമേ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സ്വരമുയർത്തി. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവമേ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവമേ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരത്തിലെ ഓരോ മുറിവുകളും നമ്മുടെ പാപങ്ങളുടെ പരിഹാരമാണ്. ആ പരിഹാര ബലിയിലൂടെ കർത്താവ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ജീവനെയും ജീവിതത്തെല്ലാം അവിടുന്ന് വീണ്ടെടുക്കുക. ഒരു 33കാരൻ നല്ല പ്രായത്തില് നന്നായിട്ട് ഈ ഭൂമിയില് പിതാവിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച് മുന്നോട്ട് യാത്ര ചെയ്തിരുന്ന യേശുനാഥൻ ആ 33ാമത്തെ വയസ്സില് പിതാവിൻ്റെ ഹിതപ്രകാരം മാനവകുലത്തിൻ്റെ പാപങ്ങളെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്തെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവിടുന്ന് സ്വതന്ത്രമാക്കുകയാണ്. ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, ഈശോയെ, ബലഹീനതകള് കുറവുകളുള്ളവരാണ്. യെശയ്യാ പറഞ്ഞതുപോലെ ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വ്യാപരിക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്.
ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും പരിശുദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയും ആൾത്താരയുടെ പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധിയിലാണോ ഞാൻ? അതോ പാപത്തിൽ ഞാൻ വീണ്ടും പിന്തുടരുകയാണോ? വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും ചതിയിലും വഞ്ചനയിലുമാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ? ഞാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളോട് ചോദിക്കുക, കർത്താവേ, ഞാൻ ബലഹീനനാണ്, കുറവ് ഉള്ളവനാണ്, എൻ്റെ നാവ് അനുദിനം അശുദ്ധിയിലാണ് ജീവിക്കുന്നത്. മക്കള് പ്രാർത്ഥിച്ച്, ഈശോയെ, പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ വാഗ്പാദങ്ങൾ കിടന്നുകൊണ്ട് അവള് പ്രാർത്ഥിച്ചത് അവളുടെ ബലഹീനതയെക്കുറിച്ചാണ്. അവൾ ഈശോയോട് പറഞ്ഞു. നിശബ്ദതയിൽ അവൾ പ്രാർത്ഥിക്കുക. ഈശോയെ നിശബ്ദനാണ്. അവളോടൊന്നും ഈശോ ചോദിക്കുന്നില്ല, അവളുടെ മുഖത്തോട്ട് പോലും ഈശോ നോക്കുന്നില്ല. അവിടുന്ന് കുനിഞ്ഞിരിക്കുകയാണ്. പാപങ്ങൾ ഓരോന്നും ഏറ്റുപറയുവാനായി കുംഭസാരം എന്ന കൂദാശയിലേക്ക് ഞാനും നിങ്ങൾ പ്രവേശിക്കപ്പെടുമ്പോ അവിടെ തമ്പുരാൻ കുനിഞ്ഞിരിക്കുകയാണ്. നിന്നെ വേദനിപ്പിക്കാതിരിക്കുവാൻ, നിനക്കൊരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുവാൻ, നിന്റെ ഹൃദയത്തിൽ ഒരു മുറിവ് പോലും ഏൽക്കാതിരിക്കുവാൻ, നിനക്കൊരു നൊമ്പരം ഉണ്ടാകാതിരിക്കുവാൻ അവൻ മുഖത്ത് പോലും നോക്കാതെ നിശബ്ദതയോടെ കുനിഞ്ഞിരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവൻ ചെയ്തത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പുത്രസാന്നിധ്യം. മക്കളെ പ്രാർത്ഥിച്ച് ഏറ്റുപറയുവാൻ തയ്യാറായിക്ക്. ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ വളരെയേറെ പാപത്തിൻ്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ബലഹീനതയുടെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ജീവിതത്തിലെ തെറ്റുകൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ജീവിതത്തിൽ ഓരോ തെറ്റുകളും ചെയ്തു വെക്കുമ്പോൾ അത് മരണത്തെയാണ് വിളിച്ചു വരുത്തുന്നതെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയുമാണ് നാശം വരുന്നതെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രവൃത്തി നന്മയാണോ തിന്മയാണോ എന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ, എന്നെ പഠിപ്പിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവിനെയാണ്. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയെ ശക്തി തരണേ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. വൃദ്ധന്മാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. പുളിക്കലച്ഛൻ കുർബാനയുടെ അവസാന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ശക്തി കിട്ടുന്നുണ്ട്. പ്രായമുള്ള അച്ഛനാ, തലകറക്കമുണ്ട്, ഒത്തിരി രോഗാവസ്ഥയുള്ളൊരു അച്ഛനാ. പക്ഷെ അച്ഛൻ ആശ്രയിക്കുന്നത് പരിശുദ്ധമായ കുർബാനയാണ്, യേശുവിനെയാണ്. ഒത്തിരി ദാഹമുള്ളൊരു അച്ഛനാ. അച്ഛൻ എപ്പോഴും പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം. ബലിപീഠത്തിൽ കയറി നിൽക്കുമ്പോൾ തലയിറങ്ങി വീണെങ്കിലോ എന്നുള്ളത് ഭയമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു രോഗാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കാത്തത്. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയോട് പറയണം. ആൾത്താരെ നിൽക്കുമ്പോൾ ഈശോയോട് പറയണം, ബലിയർപ്പിക്കുവാൻ എനിക്ക് ശക്തി തരണേ എന്ന് പറയണം എന്ന് പറയുന്ന അച്ഛൻ പറയാം. ഞാൻ എത്ര മണി തൊട്ട് 8 മണി തൊട്ട് കണ്ട് കുമ്പസാരിപ്പിക്കാൻ തുടങ്ങിയതാ. 11 വരെ 12 മണി വരെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവജനമേ, ശക്തി കൊടുക്കുന്നത് ദൈവമാണെന്ന് ഒരു പുരോഹിതന് വ്യക്തമായിട്ടറിയാം. ആ ശക്തിയെ ആശ്രയിക്കുവാൻ, കർത്താവിന്റെ കാരുണ്യത്തെ ആശ്രയിക്കുവാൻ,
കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലെ തെറ്റുകൊണ്ടാണ് ജീവിതത്തിൽ നാശം വരുന്നതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റ് വരാതിരിക്കണമെങ്കിൽ സഹായകൻ നമ്മളെ സഹായിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട്. ആ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലുമില്ല. മുറിവുകളുണ്ട്, ചതവുകളുണ്ട്, രക്തമൊലിക്കുന്ന മുറിപ്പാട്. മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശോ വീഴുന്നത് നിലത്തേക്കാ. മണ്ണും ചെളിയും ഒക്കെ ശരീരത്തിൽ പുരണ്ട യേശു കാൽവരിയുടെ നെറുകിലേക്ക് നടന്നു നീങ്ങുന്നെങ്കിൽ ഒരു മദ്യപാനി വഴി കിടക്കുമ്പോ അവന്റെ ശരീരത്തിൽ പൊടിപടലം പറ്റിയിട്ടുണ്ടെങ്കിൽ, അവന്റെ മുറിവ്, അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുറിവിനെയും പൊടിയെയും ഈശോ സ്വശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവന് പാപമോചനം കൊടുത്തപ്പോ അവന്റെ ശരീരം ഒന്ന് നോക്കിക്കേ. ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നീളത്തിൽ ഉഴവുചാൽ കീറിയത് കൊണ്ടാണ് അവനെ ആ പാപാവസ്ഥയിൽ നിന്ന് ദൈവത്തിന്, സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കാൻ സാധിക്കുന്നതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രതീക്ഷയോടെ വിളിക്കാമോ? പ്രത്യാശയോടെ ഈശോയെ എന്ന് വിളിക്കാമോ? എത്രമാത്രം സഹിച്ചിട്ടാണ് അവിടുന്ന് നമുക്ക് ഒരു സൗഖ്യം കർത്താവ് തരുന്നത്. നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. പാലക്കാടുള്ള ജെയിംസിന് വേണ്ടി സാക്ഷ്യം. പതിവ് പോലെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാന്നാനത്തെത്തി. അപ്പോൾ ജെയിംസിന്റെ സഹോദരി ഫോൺ ചെയ്ത് പറഞ്ഞു, ജെയിംസ് ICUവിൽ ആണെന്നും കാലിൻ്റെ പത്തി സർജറി, ഷുഗർ കൂടി പഴുക്കുകയും തിങ്കളാഴ്ചത്തേക്ക് കാലിൻ്റെ പത്തി മുറിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്ന് ആ സഹോദരി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ആരാധന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും എൻ്റെ കാലിൻ്റെ പത്തി മുറിക്കാതെ മുറിവുണങ്ങിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച ഡോക്ടർ ICUവിലെത്തി ജെയിംസിന്റെ മുറിവ് ഡ്രസ് ചെയ്ത് തുറന്ന് നോക്കിയപ്പോൾ മുറിവ് ഉണങ്ങി വരുന്നതായി കണ്ടു. കാൽപ്പത്തി മുറിക്കേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ ഈ പ്രാർത്ഥന പാപിയായ പ്രാർത്ഥന കർത്താവ് കേട്ട് ജെയിംസിന് രോഗശാന്തി കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഇവിടെ ആയിരിക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യത്തെ ഒന്ന് വിളിക്കാമോ? മക്കളെ, ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? എൻ്റെ മകൾ ബിൻസിക്ക് നടുവിൻ്റെ താഴത്ത് ഒരു പരു വന്നു. അത് പൊട്ടി ഇൻഫെക്ഷനായി. പുറത്ത് ചെറിയ പരു, അകത്ത് വലിയ മുഴ വന്ന് പൊട്ടുന്നു. ഈ രോഗം 100-ൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവ രോഗമാണെന്ന് ഡോക്ടർമാർക്ക് പോലും ഈ രോഗം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഏപ്രിൽ മാസം 19-ാം തീയതി ആശുപത്രിയിൽ കിടന്നു. പിന്നെ വീട്ടിലേക്ക് വിട്ടു. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിലേക്ക് ചെന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു ശരീരം മുഴുവൻ ഇൻഫെക്ഷനായി, രക്ഷപ്പെടുവാൻ സാധ്യത കുറവാണെന്ന്. 2 പ്രാവശ്യം കൂടി 41 ദിവസം ആശുപത്രിയിൽ കിടന്നു. അതിനുശേഷം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ആരാധന നടത്തി. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ബിൻസിയെ യേശു ജീവിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ലാസറിനെ ഉയർപ്പിച്ച യേശു ഈ ആലയത്തിലുണ്ട്. ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ ആ യേശുവാണ് ഇവരെ സുഖപ്പെടുത്തിയത്. വിശ്വാസപൂർവ്വം ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നന്നായിട്ടൊന്ന് ആരാധിക്കാം. ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്ന തമ്പുരാന്റെ അനന്തമായ സാന്നിധ്യവും സ്നേഹവും കരുതലും എല്ലാ ആലയത്തിലുണ്ട്. വിശ്വാസത്തോടെ കരമടിച്ച് ചെറിയവരും വലിയവരും എല്ലാ ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോ ആവേശപൂർവ്വം
ദൈവമായ കർത്താവിനെ ആരാധിച്ചു കടന്നു വരുമ്പോ പുറകെ വന്ന ശത്രു സൈന്യത്തെ ദൈവമായ കർത്താവ് ചെങ്കടൽ വെച്ച് ഇല്ലായ്മ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ കടന്നു വരുന്ന രോഗാവസ്ഥകളെ ഇല്ലായ്മ ചെയ്യുന്ന തമ്പുരാന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനെ വരികയില്ല. ശക്തിയോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുക. എല്ലാ കഷ്ടതകളിൽ നിന്ന് ദൈവമായ കർത്താവ് നമ്മളെ മോചിപ്പിക്കുന്ന അത്ഭുതകരമായ നിമിഷമാണ്. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 നന്നായിട്ട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തന്റെ സാന്നിധ്യത്തെ ഈ ആലയത്തിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളെ സമ്പന്നനാക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചേർന്നാൾ കരമടിച്ചു പാടാം. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. പാപവിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. പാപവിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനി വരികയില്ല. ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനി വരികയില്ല. ശക്തിയോടെ അഭിഷേകത്തോടെ മഹത്വത്തിന്റെ ദൈവത്തെ ആരാധിക്കും. സൗഖ്യപൂർണനായ ദൈവത്തെ ആരാധിക്കും. നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളിച്ചതുകൊണ്ട് ശിഷ്യന്മാരെ സമാധാനത്തിലേക്ക് നയിച്ച തമ്പുരാന്റെ അനന്തമായ സാന്നിധ്യമാണ് ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. മാലാഖാ വൃന്ദങ്ങളും സ്വർഗവാസികളും മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ആ വലിയ സ്വരം, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകി ദേവാലയം
ധൂമപൂരിതമായി പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. കാരണം അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ് സൈന്യങ്ങളുടെ രാജാവായ കർത്താവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സിറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത് തീക്കനലുമായി പ്രവാചകന്റെ അടുത്ത് വന്ന് പ്രവാചകന്റെ അതിർത്തി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ചേർന്ന് പാടാം. മലകൾ മെതിച്ചു നോർക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. മലകൾ മെതിച്ചു നോർക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. സൈന്യത്തിൻ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. 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 ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. 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 വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മുട്ടുമേലാകാം. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. അത്രമാത്രം സൗഖ്യവും സമാധാനവും രക്ഷയും അനുഗ്രഹങ്ങളുമാണ് ഈ ചെറിയ കൂട്ടായ്മയ്ക്ക് ദൈവം നൽകുന്നത്. അപൂർവമായ ചില രോഗങ്ങളിൽ നിന്ന് പോലും കർത്താവ് സൗഖ്യം നൽകുക. സമാധാനം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് കർത്താവ് സമാധാനം നൽകുക. സമൃദ്ധി നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുക. വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ ശക്തി, ആ ശക്തിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എത്ര ആഴ്ച വരണമെന്നുള്ളതല്ല, ആയിരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് എത്ര കാലം വസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യചിഹ്നം. എനിക്ക് എത്ര കാലം പറ്റും? ഒരമ്മച്ചി പറഞ്ഞതുപോലെ, എനിക്ക് നടക്കാവുന്നിടത്തോളം കാലം ഞാൻ നിന്റെ സന്നിധി വരും. ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല. എന്നെ ഒരിക്കലും കൈവിടരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി. ഒരു മദ്യപാനി ദേവാലയത്തിന്റെ വാതിക്കൽ വന്ന് മദ്യപിച്ചിട്ട് പോകുമ്പോൾ പള്ളിയുടെ വാതിക്കലൂടെ വഴി സ്വഭവനത്തിലേക്ക്, കർത്താവേ നിന്നെ ഞാൻ കൈവിടും, എന്നാലും നീ എന്നെ കൈവിടരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയ ആ മകൻ വർഷങ്ങൾക്കുള്ളിൽ മാനസാന്തരപ്പെട്ടു എന്നാണ് സാക്ഷ്യം. നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ തമാശ വാക്കുകളായിരിക്കാം, അതുപോലെ കേട്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനാകുന്ന ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാഥൻ. പാപികളെ തേടി വന്നവനാ, പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് കയറി ചെന്നവനാ. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുവാൻ
ഒരു ചെറിയ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ ഭവനത്തിനുള്ളിൽ പ്രവേശിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ലാസറിനെ ഉയർപ്പിക്കുവാൻ മർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സംസ്കരിച്ച് 4 ദിവസമായപ്പോ ആ കല്ലറയുടെ അടുത്ത് ചെന്ന് ആ കല്ലറയിൽ നിന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്നാൽ ആ കുടുംബത്തിന് സമാധാനമുണ്ടാകുമെന്ന് തിരിച്ചറിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ലാസറെ, നീ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോ ലാസർ പുറത്തു വരികയും ആ ലാസറിനെ സഹോദരിമാർക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് വലിയ സമാധാനം കിട്ടി എന്നുള്ളതാണ്, അവരുടെ സങ്കടങ്ങൾ മാറി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. സങ്കടങ്ങൾ മാറ്റുന്ന, വേദന തുടച്ചു നീക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈശോയെ, കുടുംബത്തിൽ വേദനകളാണ്, മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയ വേദനയാണ്. പ്രാർത്ഥനയില്ലാതെ, കൂദാശകൾ സ്വീകരിക്കാതെ, ബുദ്ധിയുടെ അന്ധകാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ലോകത്തിന്റെ ദേവനെ അനുഗമിക്കുന്ന മക്കളുള്ള കുടുംബമാണ് കർത്താവേ ഞങ്ങളുടെ കുടുംബം. കണ്ണുനീരുടെ മക്കളെ പ്രാർത്ഥിച്ച് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ജഡികമായ സുഖഭോഗങ്ങളിലേക്ക് കടന്നുപോകുന്ന ഒരു തലമുറ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണമേ. ലോകത്തിന്റെ സുഖഭോഗങ്ങളോ മോഹങ്ങളോ ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനത, സമ്പാദ്യങ്ങളില്ല, എല്ലാം അന്നൊന്ന് തീർത്തുകൊണ്ട് വീണ്ടും കടം മേടിക്കുന്ന ഒരു ജനത. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കാരണവന്മാര് കരുതിയത് കൊണ്ടാണ് നമുക്കൊക്കെ ഇന്നുള്ളത്. തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു സ്നേഹം, ആ സ്നേഹമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ആ തലമുറയുടെ അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കാൻ പോലും സാധ്യമാകാത്ത ദുരവസ്ഥയിലൂടെയാണ് തലമുറകൾ കടന്നു പോകുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈശോയെ, തലമുറകളിലൂടെ ദാനമായിട്ട് കിട്ടിയ ചില വസ്തുവകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മക്കളെ, തലമുറകൾ ജീവിച്ച ചില വീടുകള്, ചില സ്ഥലങ്ങള്, കളിച്ചു വളർന്ന ചില ദേശങ്ങള്, സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈശോയെ, ഇടപെടണേ, എൻ്റെ കാര്യത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണേ, എൻ്റെ രോഗാവസ്ഥയിൽ ഇടപെടണേ ഈശോയെ. മരണാവസ്ഥയിലായിരിക്കുന്ന ചില രോഗങ്ങളിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, നഷ്ടപ്പെട്ടവളെ പോലെ, വലിയ കടഭാരത്തിന്റെ മുമ്പില് ഇതൊരിക്കലും വീട്ടാൻ സാധ്യമല്ല, ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മോചനമില്ല, ഇത് എങ്ങനെ തീർക്കുമെന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ടോ? ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാജാവായിട്ട് കടന്നു വരുന്ന ആത്മാവ് കാണിച്ചു തരിക. കണ്ണുനീരോടെ വിളിച്ച് മക്കളെ, ഈശോയെ വാ, എൻ്റെ കൂടെ വാ. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേലിന്റെ മുകളിലൂടെ സഞ്ചരിച്ച ദൈവമേ, കൂടെ വാ, കൂടെ വാ. വിളിച്ച മക്കളെ, എൻ്റെ കൂടെ വരാവോ? മഹത്വത്തിന്റെ ദൈവമേ, എസേക്കിയേൽ കണ്ട ദൈവ സാന്നിധ്യം ദേവാലയത്തില് ദൈവത്തിന്റെ മഹത്വം കണ്ടു എന്നാണ് എസേക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മഹത്വത്തിന്റെ ദൈവമേ, മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേലിന്റെ മുകളിലൂടെ സഞ്ചരിച്ചുവെങ്കിൽ, സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് ഇസ്രായേലിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, ദൈവമേ, എൻ്റെ കൊച്ചുവീട്ടിലേക്ക് അവിടുന്ന് ഇറങ്ങി വരാമോ? പാപം ചെയ്ത് മലിനമാക്കപ്പെട്ട എൻ്റെ ഭവനത്തിലേക്ക് ഈശോയെ ഒന്ന് വരാവോ? തകർന്ന എൻ്റെ ജീവിതത്തെ, മലിനത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഭവനത്തെ, ശതാധിപൻ പറഞ്ഞതുപോലെ, കർത്താവേ, നിന്റെ ഭവനത്തിലേക്ക് വരുവാൻ യോഗ്യതയില്ല അവിടെ. കാരണം മലിനമായ ഭവനമാണ്, പാപം ചെയ്ത ഭവനമാണ്. കർത്താവേ, നീ ഇവിടെ നിന്ന് കൽപ്പിച്ചറിയാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇതുപോലെ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അവന്റെ വിശ്വാസത്തിലൂടെ അവന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുകയും ചെയ്തു.
മക്കൾ പ്രാർത്ഥിച്ച മദ്യം വിളമ്പിയ വീടാണ്, പരദൂഷണം പറഞ്ഞ വീടാണ്, കള്ളത്തരവും ചതിയും വഞ്ചനയും ചെയ്തു കൂട്ടിയ കർത്താവിൻ്റെ ഭവനമാണ് നമ്മുടെ ഭവനങ്ങൾ. അവിടെയെല്ലാം അല്ലത ബാധിച്ചു. തിന്മയുടെ പ്രവർത്തികള്, കൊലപാതകത്തിന് പോലും ദുഷ്പ്രേരണ കൊടുത്ത ചില ഭവനങ്ങൾ, ഭ്രൂണഹത്യക്ക് കാരണമായ ആലോചന നടത്തിയ ചില ഭവനങ്ങൾ. കർത്താവിൻ്റെ കരുണ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു എന്ന്, കർത്താവിൻ്റെ കാരുണ്യം വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു, തലമുറകളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം വ്യാപരിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ, അശുദ്ധിയിൽ നിന്നെല്ലാം യേശുയായി മോചിപ്പിച്ചതുപോലെ കർത്താവെ, നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളെയും കൃഷിയിടങ്ങളെയും അധ്വാന മേഖലയെയും അങ്ങ് ദാനമായി തന്നിരിക്കുന്ന ഭവനത്തെയും അവിടുന്ന് പണിതു തന്നിരിക്കുന്ന ഭവനത്തെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് അവിടുന്ന് അനുഗ്രഹം നൽകി ഞങ്ങൾ മഹത്വത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിച്ച് 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 പ്രാർത്ഥിക്കാമോ? ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ദാവീദിന്റെ പുത്ര യേശുവേ, എന്റെ കാര്യത്തില് അങ്ങ് ഇടപെടണമേ. ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. നിന്റെ കരുണയാണ് എനിക്ക് ആവശ്യം. കാരുണ്യത്തിലേക്കാണ് എന്നെ നയിക്കേണ്ടത്. അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവമേ, കരുണയായിരിക്കണമേ, അനുതാപം തരണേ. ചെയ്തുകൂട്ടിയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ അനുതാപത്തിന്റെ വലിയ ദൈവിക കൃപ എനിക്ക് തരണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയിൽ യാചനാപൂർവം പ്രാർത്ഥിക്കാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ദൈവമേ, കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോൾ, താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോൽ, സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോൾ, താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോൽ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവമേ, നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ.
വന്നിടണേ. ഈശോയെ കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നമുക്ക് എല്ലാ നിയമങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വിദേശ രാജ്യങ്ങളിലും ആയിരിക്കുന്നവർ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവർ കർത്താവിൻ്റെ സൗഖ്യത്തിനായിട്ട്, അനുഗ്രഹത്തിനായിട്ട് ഒരു നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങൾ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിപ്പൂക്കൾ വെച്ച് അനുഗ്രഹത്തിനായിട്ട് യാചിക്കുന്നവർ, ഇവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പുള്ളിക്കൽ അച്ഛനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷകളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതെല്ലാം തീഷ്ണതയോടെ, ശക്തിയോടെ ചെയ്യുവാനായിട്ട് അച്ഛന് കൃപ കൊടുക്കണേ. നമുക്ക് ദിവസത്തിൻ്റെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രായമുള്ള വൈദികർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണതയോടെ അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവസ്ഥൻ്റെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ. ശക്തി കൊടുക്കണേ ഈശോയെ. അനേകരെ കുമ്പസാരിപ്പിക്കുന്നത് എല്ലാ ദിവസവും എത്ര പേരെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നവീകരിക്കുന്നത്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ച് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥനാ സഹായം നമ്മളോട് ചോദിച്ചിരിക്കുക. മറ്റൊന്നുമല്ല, ചെറിയ ചെറിയ രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, സൗഖ്യം കിട്ടാൻ വേണ്ടി, ശക്തി കിട്ടാൻ വേണ്ടി, ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടി തീഷ്ണതയോടെ ബലി അർപ്പിക്കുവാനായിട്ട് 1 മണിക്കൂർ ബലി അർപ്പിക്കുമ്പോൾ തലകറക്കമൊന്നും ഉണ്ടാകാതെ ശ്രദ്ധാപൂർവം ബലി അർപ്പിക്കാനുള്ള ഹൃദയത്തിൻ്റെ തീഷ്ണമായ ആഗ്രഹമാണ് അവർ ദൈവസന്നദ്ധയിൽ പ്രകടമാക്കുന്നത്. ഈ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളുടെയും നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അവിടെ എല്ലാം ഈ നിയോഗത്തിൻ്റെ എല്ലാം മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നല്ലതായിട്ട് സ്വരം ഉയർത്തി ഒരു 10-20 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ നവീകരിക്കണമേ, പരിശുദ്ധാത്മാവെ വീണ്ടെടുക്കണമേ, പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ശുശ്രൂഷയാനുള്ള വലിയ കൃപയുടെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് കൊടുത്തു എങ്കിലോ അവിടുന്ന് പുത്രനിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞു വിളിക്കാമോ? അരൂപിയാൽ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കരമടിച്ചു പാടിക്കും, ശക്തിയോടെ കരമടിച്ച് ദൈവാരൂപി നിറയപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ദൈവമേ, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. റൂഹാഭിഷേകം നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം. ദാവീദിന്റെ പുത്ര യേശുവേ, എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ കുടുംബത്തോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഈശോയെ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുടെ മേല്, അവരുടെ ജോലി സാധ്യതകൾ തടസ്സപ്പെട്ടിരിക്കുന്ന മേഖലയുടെ മേല് കർത്താവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. വിദേശ രാജ്യത്ത് വർഷങ്ങളായിട്ട്, ഒരു വർഷത്തോളമായിട്ട് ജോലി കിട്ടാതെ വേദനിക്കുന്ന ദൈവമക്കളുടെ മേല് കർത്താവേ നിന്റെ കാരുണ്യം ഇപ്പോൾ ഇപ്പോൾ വെളിപ്പെടുത്തണമേ, ഇപ്പോൾ വെളിപ്പെടുത്തണമേ, ഇപ്പോൾ വെളിപ്പെടുത്തണമേ. വേദനിക്കുന്നവരുടെ വേദനകളെ ഈശോ ഏറ്റെടുക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ, ബന്ധിതരെ മോചിപ്പിക്കണമേ, അന്ധർക്ക് കാഴ്ച കൊടുക്കണമേ. അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് കർത്താവേ സ്വീകാര്യമായ പുതുവത്സരം അവിടുന്ന് പ്രഖ്യാപിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ. സ്വരമുയർത്തി വിളിക്കുന്നു, ഈശോയെ. കണ്ണുനീരോടെ വിളിക്കുന്നു, ഈശോയെ. സന്തോഷത്തോടെ വിളിക്കുന്നു, ഈശോയെ. ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കുന്നു, ഈശോയെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, താമസിച്ചുള്ള ധ്യാനം 4-ാമത്തെ ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കും. അതിലേക്ക് നിങ്ങൾ ആളുകളെ പറഞ്ഞയക്കാനും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ പറഞ്ഞയക്കാനും, നിങ്ങൾ ധ്യാനിച്ചിട്ടില്ലാത്തവരുടെയും മലമുകളിൽ ധ്യാനിച്ചിട്ടില്ലാത്തവർ ആ ധ്യാനത്തിൽ പങ്കുചേരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുക. അതുപോലെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഞായറാഴ്ച ശുശ്രൂഷകളിലേക്കും ഞായറാഴ്ച വൈകുന്നേരം എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. ചിലർ ചോദിക്കും ആദ്യ വെള്ളിയാഴ്ച ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും ശുശ്രൂഷയുണ്ട്. അതുപോലെ ഞായറാഴ്ച വൈകിട്ട് 6 to 8 വരെയുള്ള സമയങ്ങളിലും ഈ വചന പ്രഘോഷണവും ദീപികാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും. കന്യകമേരിയമ്മേ,
കാവൽ മലകമാരെ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരയകറ്റിടണേ, സാത്താനെ ദൂരയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.